യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ ആയിരിക്കാം, സന്തോഷിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും നിങ്ങളിലുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് വചനം കേൾക്കുന്നുണ്ട്. ഞാനും നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ആയിരിക്കും ചിലർക്ക്. എല്ലാ ദിവസവും എൻ്റെ ഈ ശബ്ദം കേട്ട് നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും എൻ്റെ ശബ്ദം പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും ഈ ശബ്ദം നിങ്ങളുടെ വീട്ടിൽ മുഴങ്ങുന്നുണ്ടല്ലോ. അത് ദൈവവചനത്തിൻ്റെ രൂപത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദമായി അതൊരു അംഗീകാരവും ദൈവം തന്ന വലിയൊരു ഭാഗ്യവുമായിട്ട് കാണുവാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സഹായം അതിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും. എവിടെയും വാടിയോ തകർന്നോ പോകത്തില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം എന്നെ കൈവിട്ടു എന്നാണ് തോന്നുന്നത്, ദൈവം ഞങ്ങളെ കൈവിട്ടു എന്നാണ് തോന്നുന്നത്. ഈ വചനം കേൾക്കുന്നുള്ള എല്ലാവരോടും പറയട്ടെ, ഈ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം ദൈവം എന്നെ കൈവിട്ടു എന്നല്ല, ദൈവം എന്നെ ഇപ്പോഴും കൈവിട്ടിട്ടില്ല എന്നാണ്. ദൈവം എന്നെ ഒന്നും കൈവിട്ടിട്ടില്ല. ദൈവം കൈവിട്ട് കളഞ്ഞായിരുന്നെങ്കിൽ ഈ ശബ്ദം, ഈ വചനമൊന്നും നിങ്ങൾ കേൾക്കുക പോലുമില്ലായിരുന്നു. ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിൽ അല്പമെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ കൈവിട്ടു എന്നല്ല, ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുവാണ്. ഈ വചനമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വചനം നമ്മുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്നവരുണ്ട്, 1, 2, 3 പേരൊക്കെ ഇരുന്ന്. നിങ്ങളുടെ വീട് ഒരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിച്ചേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു, 5, 10, 15 മിനിറ്റ് ചിലവഴിച്ചു, അല്ലെ ഒരു ദിവസം താമസിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് അവർ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് നമ്മളോട് ആരോടെങ്കിലും പറയുവാന്നിരിക്കട്ടെ, ഈ വീട് ഒത്തിരി അനുഗ്രഹമാകട്ടോ, ഈ വീടിനകത്തൊരു സന്തോഷമുണ്ട് കേട്ടോ, ഈ വീട്ടിലൊരു ദൈവസാന്നിധ്യമുണ്ട് കേട്ടോ. അങ്ങനെ വേറൊരാൾക്ക് അനുഭവം തോന്നത്തക്ക വിധം, ദൈവസാന്നിധ്യം ഉണ്ട് എന്ന് പറയത്തക്ക വിധം ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും വീട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വീടിനെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 6, 7, 8 വചനങ്ങൾ വായിക്കുകയാണ്. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 6, 7, 8. മടിയനായ മനുഷ്യ, ഉറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാകുക. മടിയനായ മനുഷ്യ, ഉറുമ്പിനെ കണ്ടുപഠിക്കാൻ. ഉറുമ്പിനെയോ? ഉറുമ്പിൻ്റെ തല എന്തേരമുണ്ട്? മനുഷ്യന് എന്തേരെ വലിയൊരു തലയുണ്ട്, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, പ്ലാനുണ്ട്. ഉറുമ്പിനോ? ഉറുമ്പിന് ഒന്നാമത് ഉറുമ്പ് ചെറുതാണ്, അതിൻ്റെ തലയോ അതിനേക്കാൾ ചെറുതാണ്. തീരെ പൊടി, ഒരു കടുകോളം ഉള്ളൂ. ആ ഉറുമ്പിനെ കണ്ട് പഠിക്കാൻ മനുഷ്യനോട് ദൈവം പറയുക, മനുഷ്യ, എറുമ്പിനെ കണ്ട് പഠിക്കുക, അതിൻ്റെ പ്രവൃത്തി കണ്ട് നീ പഠിക്കുക. 7-ാമത്തെ വാക്യം, മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. അവിടെ ഒരു വാക്കുണ്ട്, വേനൽക്കാലത്ത് കലവറ ഒരുക്കി. ആര്? ഉറുമ്പ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഉറുമ്പ് ധാന്യമണികളെല്ലാം കൊണ്ടുപോയി എല്ലാം അകത്ത് ഓരോ മാളത്തിലേക്ക് കൊണ്ടുപോയി അത് ഉള്ളിൽ അറകളിൽ ഒളിപ്പിച്ച് വയ്ക്കും, സൂക്ഷിച്ചു വയ്ക്കും. ഒളിപ്പിച്ചെന്നല്ല, സൂക്ഷിച്ചു വയ്ക്കും. അത് കണ്ടു പഠിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് അധ്വാനിക്കണം. അവരവരാൽ കഴിയുന്ന വിധത്തിൽ അത് കലവറയിൽ സൂക്ഷിക്കാനും പഠിക്കണം. കിട്ടുന്നതെല്ലാം 500 രൂപ കിട്ടി,
5000 രൂപയുടെ ചെലവ്. 50 രൂപ കിട്ടി, 500 രൂപ പൊടിച്ചു തീർത്തു. അല്ല, അത് കൈകാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ, സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കാൻ, അത് ഉപകാരത്തെ കൊള്ളിക്കാൻ, ഒരു നല്ല കാര്യത്തിൽ അതെത്തിക്കാൻ പ്രാർത്ഥിക്കണം. കലവറയൊരുക്കി അത് സൂക്ഷിച്ചു വയ്ക്കുന്നു. 9-ാമത്തെ വാക്യം, മടിയ നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലു നേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം. എപ്പോഴും ഉറക്കം, ക്ഷീണമാ, ഉറക്കവാ, എപ്പോഴും ഉറക്കവും മടിയൊക്കെ കൂടുതൽ. അതിൻ്റെ ഫലമോ ദാരിദ്ര്യം, വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിൻ്റെ മുമ്പിലെത്തും. മടി പിടിച്ചിരിക്കരുത്. നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അധ്വാനിക്കണം. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ലഭിക്കുന്ന സാമ്പത്തികം അത് കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവും കൂടി വേണം. ഇതിനു മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സാമ്പത്തികം ഉള്ളവരുണ്ട്, പക്ഷെ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇത് കലവറയെ സൂക്ഷിക്കാനൊന്നും അറിയത്തില്ല. ഇവിടെ കൊടുത്തു, അപ്പുറത്ത് കൊടുത്തു, അപ്പുറത്ത് കൊടുത്തു, ഇപ്പുറത്ത് വന്ന് കണക്ക് കൂട്ടുമ്പോൾ ഒന്നും മെച്ചവും ഇല്ല, ഒന്നും മിച്ചവും ഇല്ല. ഇന്ന് തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ സാമ്പത്തിക വരുമാന മാർഗം എന്താ? അതിനൊരു അടുക്കും ചിട്ടയും വേണം. ദർബാർ അടിച്ച് പൊളിച്ച് എല്ലാം തീർക്കരുത്. ഉറുമ്പിനെ കണ്ട് പഠിക്കുക. അത് അതിൻ്റെ അറകളിൽ സൂക്ഷിച്ചു വയ്ക്കും. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ഉറുമ്പ് പട്ടിണി കിടന്ന് മരിച്ചു എന്ന്? ഉറുമ്പ് ദാരിദ്ര്യം അനുഭവിക്കുവാന്ന്? ഇല്ല, അതിൻ്റെ കലവറയിൽ അത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മേലാളനെന്നോ കീഴാളനെന്നോ രാജാവെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ല, ഒരുമിച്ച് അധ്വാനിക്കും. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? അണ്ണാൽ കണ്ണനും തന്നാലായെന്ന് പറഞ്ഞ പോലെ പറ്റും പോലെ ഓരോരുത്തരും ഒരുമിച്ച് അധ്വാനിക്കുക. അത് സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക. ആവശ്യത്തിലധികം പിശുക്ക് വേണമെന്നല്ല. പിശുക്ക് വേണ്ടിടത്ത് പിശുക്ക് കാണിക്കണം, വേണ്ടിടത്ത് ചെലവഴിക്കേണ്ട സ്ഥലത്ത് ചെലവഴിക്കണം, പ്രയോജനപ്പെടുത്തേണ്ട സ്ഥലത്ത് പ്രയോജനപ്പെടുത്തണം, സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, സാമ്പത്തിക മേഖലയിലെ ബുദ്ധിമുട്ടുകൾ മാറും. ഒരിക്കലും സാമ്പത്തികത്തോട് ആർത്തി ഉണ്ടാകരുത്. 5000 രൂപ വന്ന് പെട്ടെന്ന് 5 ലക്ഷം ഉണ്ടാക്കാൻ ആർത്തിയോടെ ഇറങ്ങരുത്. അതെല്ലാം ഉള്ളതും കൂടെ പോവും. ആർത്തി വേണ്ട, ഒരുപാട് ആർത്തിയൊന്നും വേണ്ട. നമ്മൾ ന്യായമായി അധ്വാനിക്കുമ്പം, ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിക്കുമ്പം നമ്മുടെ അധ്വാനം നമുക്കൊരനുഗ്രഹമാവും. അത് ഒരിക്കലും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. നമ്മളെ ദൈവം ഭംഗിയാക്കി നമ്മുടെ ജീവിതത്തെ ആരുടെ മുമ്പിലും കൈനീട്ടാൻ ഇടവരികയില്ല. ഒരു ആൾ പറഞ്ഞു കേട്ടതാണ്, മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവന് മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ലെന്ന്. കേട്ടോ? ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പേഴ്സിനകത്ത് 1 രൂപയുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹമാണ്. 10 രൂപയുണ്ടോ അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണത്. നമുക്ക് നല്ലത് വരും. നല്ല സ്വപ്നങ്ങളുള്ളവരുണ്ട്. ഒരു കാറൊക്കെ മേടിച്ചാലോ, വീട് പണിതാലോ, ഈ സ്ഥലം വിറ്റിട്ട് കുറച്ചുകൂടെ സൗകര്യമുള്ള സ്ഥലത്ത് പോയാലോ, പ്രാർത്ഥിച്ചോ, നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിച്ചു തരും. നല്ലത് വരും. നല്ലതുപോലെ ജീവിക്കാനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. നല്ലതുപോലെ ജീവിക്കാനൊരു ഭാഗ്യമാണ്. നന്നായി ജീവിക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, നല്ല വീട് പണിയണം, നല്ല വാഹനം മേടിക്കണം, നല്ല പറ്റും പോലെ ഏറ്റവും നല്ലത് മേടിക്കാനും ഉപയോഗിക്കാനും അത് അനുഭവിക്കാനും ഒക്കെ ദൈവാനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം നമുക്ക് നല്ലത് തരുമെന്ന് വിശ്വസിക്കുന്നവരാ. ദൈവം നമുക്ക് മോശം തരില്ല, ഏറ്റവും നല്ലത് ദൈവം നമുക്ക് തരും. കാനായിലെ കുടുംബത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയപ്പോൾ നല്ല വീഞ്ഞാണ് അവിടെ കൊടുത്തത്. നല്ലത് ദൈവം നമുക്ക് തരുന്നത് നല്ലതാണ്. ഏറ്റവും നല്ലത് ദൈവം നമുക്ക് തരും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളൊക്കെ അനുഗ്രഹമാണ്. ബുക്ക് ചെയ്യാം. വ്യാഴാഴ്ച വരുന്നവർക്ക് ധ്യാനകേന്ദ്രത്തിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് 9 മണിക്ക് ശേഷം വിളിക്കാവുന്നതാണ്.
ഷാർപ്പ് 9 മണി തൊട്ട് ബുക്കിംഗ് ആരംഭിക്കും. ആ താഴെയുള്ള 5 നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാം. എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല, കാരണം ഒത്തിരി സ്ഥലത്തുനിന്ന് ആളുകൾ വിളിക്കുമല്ല. എങ്കിലും നിങ്ങളെ ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചോളും. വെള്ളിയാഴ്ച ഏകദിന ധ്യാനമൊക്കെ അനുഗ്രഹമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നൊരു സ്ഥലമാണിത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട വചനം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാകട്ടെ. ഉറുമ്പ് അതിന് കിട്ടിയ ധാന്യം അതിൻ്റെ അറകളിൽ സൂക്ഷിക്കണം. ദാരിദ്ര്യം വിട്ടുമാറണം. നമ്മുടെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധികൾ മാറണം. ശ്രദ്ധയോടെ സാമ്പത്തികം കൈകാര്യം ചെയ്യണം. വിവേകത്തോടെ അതിന് ആലോചന വേണം, പ്രാർത്ഥന വേണം, കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം. നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഒരുപക്ഷെ ടാക്സി ഓടിക്കുന്ന ആളായിരിക്കും, ഡോക്ടറായിരിക്കും, എഞ്ചിനീയറായിരിക്കും, രാഷ്ട്രീയക്കാരനായിരിക്കും, മത്സ്യബന്ധനമായിരിക്കും, പഠിപ്പിക്കുന്ന ആളായിരിക്കും, നഴ്സായിരിക്കും, ആരുമാകട്ടെ, കച്ചവടമായിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ആ ഓരോ രൂപയ്ക്കും ദൈവത്തോട് നന്ദി പറയണം. കിട്ടുന്നത് അത് കൂടി ആലോചിച്ച് പ്രാർത്ഥിച്ച് അതിന് വിവേകത്തോടെ കൈകാര്യം ചെയ്തോണം. ദാരിദ്ര്യം ഉണ്ടാവില്ല. സാമ്പത്തികമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമ്മുടെ മേലുണ്ട്. നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കണമെന്നല്ല ദൈവ പദ്ധതി. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഈ വചനം അനേകരിലെത്തട്ടെ. ഈ വചനം നിങ്ങൾ സ്റ്റാറ്റസ് ഇടണം. ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്യണം. പള്ളിയുടെ ഗ്രൂപ്പിലും ബന്ധുക്കളുടെ ഗ്രൂപ്പിലും സുഹൃത്ത് ഗ്രൂപ്പിലൊക്കെ ഇടണം. കേൾക്കാൻ പറയണം. ഉപകാരം എവിടെയെങ്കിലുമൊക്കെ അനേകരുടെ ജീവിതത്തെ ഈ വചനമൊക്കെ മാറ്റിമറിക്കും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ വരുന്നവർ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, എഴുതി പ്രാർത്ഥിക്കുന്നവരുണ്ട്, മുട്ടിലെറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവർ 33 ദിവസമാണ് ആ നിയോഗ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത്. 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കും. എന്തിനെന്ന് ചോദിച്ചാൽ അതൊരു വിശ്വാസമാണ്. എൻ്റെ നിയോഗത്തെ ദൈവം സാധിച്ചു തരുമെന്ന വിശ്വാസം. സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നാളെ 5:30 ഒരുമിച്ച് കേൾക്കണം വചനം. പറ്റുന്നത് പോലൊക്കെ ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.